ഹലോ URS കുക്കിംഗ് പ്ലീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചക്ക വരട്ടൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചക്ക വരട്ടാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ചക്കപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ചക്ക പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല നിറവ്യത്യാസം വരുന്നത് വരയ്ക്കും നമുക്ക് ചക്ക ഇളക്കണം. നിറവ്യത്യാസം മാത്രമല്ല, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരയ്ക്കും മാത്രമല്ല നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. ആ ചക്കയിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം മുഴുവനും വറ്റി കറക്റ്റ് ഒരു ചക്കയുടെ ഗ്രേവി ആകുന്നത് വരയ്ക്കും നമ്മൾ നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് നിറമൊക്കെ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കാം. ഈ സമയത്ത് നമുക്കെന്താ ഈ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ശർക്കര പാനിയാണ് ഞാനിവിടെ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ശർക്കര നേരിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ മണ്ണൊക്കെ ഉണ്ടാവും, കല്ലൊക്കെ ഉണ്ടാവും, അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ശർക്കര പാനി കുറച്ച് മധുരത്തിന് ആവശ്യമുള്ളത്, അധികം മധുരമുള്ള ചക്കയാണെങ്കിലും മധുരമില്ലാത്ത ചക്കയാണെങ്കിലും നമുക്ക് ചക്ക വരട്ടിക്ക് നല്ല മധുരം വേണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാവ് ഒഴിച്ചു കൊടുക്കാം. പാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഏലക്കായും പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ വറുത്തത് ഇനി നമുക്കിനി ഒരു കുത്തുകല്ലിൽ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഇങ്ങനെ കല്ലിലിട്ട് പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഞാൻ കല്ലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചക്ക വരട്ടിയതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. നല്ലൊരു സ്മെല്ല് കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ നമുക്കത് നമ്മുടെ ചക്ക വരട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കയൊക്കെ നന്നായി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചക്ക വരട്ടിയത് റെഡിയായി. കണ്ടോ, ഇതുപോലെ വേണം. നമ്മുടെ പൂക്കുലയില്ലേ അതുപോലെ ആവും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാം. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ട്രൈ ചെയ്യണം.